ഹായ് ഹലോ, വയനാട്ടിൽ ഒരു അടിപൊളി റിസോർട്ട് കണ്ടാലോ. ലാൻഡ്സെൻറ്റ് എന്നാണ് നെയിം വരുന്നത്. പേര് കണ്ടിട്ട് ആരും പേടിക്കേണ്ട. ഫസ്റ്റ് കയറി ചെന്നപ്പോൾ ഞാനും വിചാരിച്ചത് ഇതോടെ ഭൂമി തീർന്നു എന്നാണ്. അമ്മാതിരി സെറ്റപ്പിലാണ് ഈ റിസോർട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വ്യൂ എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര കിടിലമാണ്. അപ്പോൾ എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണ്. കുറച്ചുകൂടി കാവ്യാത്മകമായ ഭംഗിയിൽ പറയുകയാണെങ്കിൽ നല്ല ഹരിതാപവും പച്ചപ്പും ഒക്കെ നിറഞ്ഞ രീതിയിലാണ് അവർ ഈ റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന കോട്ടേജ് ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കോട്ടേജ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു ബംഗ്ലാവൊക്കെ വൈബാണ്. കാരണം അതിൻ്റെ പെയിൻറ്റിൻ്റെ കളർ കോമ്പിനേഷനോ എന്തോന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നി. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഒരു 4 ചെയറൊക്കെ സെറ്റാക്കിയിട്ട് അവരൊരു സിറ്റിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറയാൻ പറ്റുന്ന സെറ്റപ്പിലാണ് അത് റെഡിയാക്കിയിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് എത്ര വർത്താനം പറഞ്ഞാലും ബോറടിക്കില്ല, കാരണം കാണാനുള്ള കാര്യങ്ങൾ അത്രത്തോളം ഉണ്ട്. അപ്പോൾ ഞാനൊരു സസ്പെൻസ് ആക്കി വെച്ച വ്യൂ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വ്യൂ ഇല്ലേ, ഇതല്ല, ഇതിലധികമായിട്ട് ഞാൻ കാണിച്ചു. അങ്ങനെ ഞാൻ അധികം സമയമൊന്നും കളഞ്ഞില്ല. എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ആ പൂളിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ്. അപ്പം ഞാൻ ബന്ധം ഇങ്ങനെ നടന്നു പൂളിൻ്റെ ആ ഭാഗത്തേക്ക്. അപ്പോൾ ഇത് ഇവരുടെ തന്നെ വേറൊരു കോട്ടേജ് സെറ്റപ്പാണ്. കുറച്ച് ട്രഡീഷണൽ ടൈപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ പൂളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവരെ ഈ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പൂളിൻ്റെ അവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിനേയും കഴിഞ്ഞും നല്ലത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും. ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സ്വിമ്മിംഗ് പൂള് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്. ചേച്ചിക്കും അനിയനും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന്. അവർ തന്നെ വഴിയൊക്കെ കണ്ടുപിടിച്ച് പോയി. ആമീൻ്റെ ഫസ്റ്റ് റിയാക്ഷനാണ്. ബിക്കോസ് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞങ്ങൾ എത്തിയ ക്ലൈമറ്റ് നല്ല കോട മഞ്ഞൊക്കെ ആയിട്ട് ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ എല്ലാവരും അഴിച്ചുവിട്ട കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കാരണം എവിടെ പോയിരിക്കണം, എന്ത് വൈബാക്കണം എന്ന് എല്ലാവരുടെ മൈൻഡിലും കൺഫ്യൂഷനാണ്. അപ്പം ഞാനും പതുക്കെ അതിൻ്റെ ബാക്കിൽ വെച്ച് പിടിച്ചു. ഇനിയാണ് ശരിക്കുള്ള കലാപരിപാടികൾ അരങ്ങേറാൻ പോകുന്നത്. ചച്ചുവിനെ എന്താക്കി വെള്ളത്തിൽ പൊക്കുന്നു മുക്കുന്നു. അങ്ങനെ ആ കലാപരിപാടി അവിടെ തകൃതിയായി നടക്കുമ്പോൾ ഞാൻ എന്താക്കി, വന്നതല്ലേ അപ്പോൾ വീഡിയോ എടുത്ത് മുതലാക്കണ്ടേന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തു. ദെൻ അതിനുശേഷം ഇതാണ് നമ്മൾ പൂളിൻ്റെ അടുത്ത് വരുന്ന ഒരു കോട്ടേജ്. അതിൻ്റെ അടുത്ത് നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആമിക്കുണ്ടല്ലോ കുറേ നേരം ഒന്നും കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. ആമി ഡ്രസ്സ് അയച്ചു നേരെ പൂളിലേക്ക് ചാടി. ചച്ചുവിനാണെങ്കിൽ ഇറങ്ങാനും പറ്റുന്നില്ല തണുപ്പ് കാരണം. എന്നാലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ വൈബാക്കി. ഈ 2 ഉണ്ടല്ലോ, ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതാണ്. കിടക്കട്ടെ ഒരു പണി. അച്ഛൻ്റെ ഈ നീന്തൽ കാണുമ്പോൾ എനിക്ക് സലിംകുമാറിനാണോ ഓർമ്മ വരുന്നത്. ഹോയ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളൊരു കപ്പിൾ വീഡിയോ കൂടി ഇരുന്നോട്ടെ അല്ലേ. അപ്പം ഞങ്ങൾ മെയിൻ വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങൾ അച്ഛൻ്റെ 60ാമത്തെ പിറന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി വിചാരിച്ചു ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായിട്ട് 2 കപ്പിൾസും കൂടെ ബെഡിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താക്കി, ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു. കാരണം വലിയ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് അച്ഛൻ ഓൾറെഡി നമ്മളെടുത്ത് പറഞ്ഞിരുന്നു. സോ നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് ഒരു ചെറിയ രീതിയിൽ നമ്മളെ സന്തോഷം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തു.
അങ്ങനെ അളിയനും പുറത്തു പോയ തക്കത്തിന് ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഈ 2 കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ, ചെയ്തു കൂട്ടുന്ന കുരുത്തക്കേടിന് ഒരു കയ്യും കണക്കുമില്ല. കുരുത്തക്കേട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കുരുത്തക്കേടാണ്. നമ്മൾ പറയുമ്പോൾ അമ്മ പറയും നിങ്ങളൊക്കെ ഇതിനപ്പുറമായിരുന്നു എന്ന്. അങ്ങനെ രാവിലെയായി, 2 ആളും അച്ചച്ചനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തിനുള്ള ഷോപ്പിംഗാന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഓവർ ഞങ്ങൾ ഡിലേ ആക്കിയില്ല. 2 ആളെ സ്നേഹമെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. പൂരി, ബാജി, ബ്രെഡ്, എഗ്ഗ്, അങ്ങനെ കോഫി, ടീ എന്ന് പറയുന്ന അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ കൂടെ ചുറ്റിയടിച്ചു. നമ്മൾ അധിക നേരം പിന്നെ നിന്നിട്ടില്ല. അനീഷേട്ടനോട് ഞാൻ പറഞ്ഞു നല്ല അടിപൊളി ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തി. പക്ഷെ ആൾ നല്ല എൻജോയ് ചെയ്തിട്ട് ആ വ്യൂ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമോ, കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഈ റിസോർട്ട്. അങ്ങനെ അധിക നേരം പിന്നെ നമ്മൾ ലേറ്റ് ആക്കിയില്ല. ജസ്റ്റ് ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു.